നമ്മുടെ ഈ കോർണറിൽ 3 സ്റ്റാൻഡ് ഉണ്ടായിരുന്നു കേട്ടോ. മറ്റേ സ്മെല്ലുള്ള ടൈപ്പ് ഫ്ലവർ അല്ലേ, അതാണ് കേട്ടോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ ടൈം 6:43 ആയിട്ടുണ്ട്. ഞാൻ എണീറ്റ് ഫ്രഷ് ആയി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ വീഡിയോ എടുക്കുന്നതിനെക്കുറിച്ച് വിചാരിച്ചത്. അതുവരെ വീഡിയോ എടുക്കാൻ വലിയ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ദേ ഇപ്പോൾ താഴേക്ക് ഇറങ്ങി പോവാണ്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാം. കാരണം ഞാൻ ഈ വാട്ടർ ബോട്ടിലാണെങ്കിൽ ലാസ്റ്റ് ടൈം ദുബായിൽ വെച്ചിട്ട് മേടിച്ചാണ്. ഇത് ഒന്നല്ല 3 പീസ് തന്നെ ഒരു കോംബോയാണ്. അപ്പോൾ ഇത് ഏറ്റവും വലുത്, പിന്നെ ഇതിൻ്റെ താഴേക്ക് 2 ചെറുതും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ ഇപ്പം ഇതിലാണ് സ്ഥിരം വെള്ളം കുടിക്കില്ല. കാരണം ഇപ്പോൾ ഈ ചൂടല്ലേ, ഒരു രക്ഷയില്ല, ഗ്ലാസ്സിൽ കുടിക്കലൊന്നും നടക്കൂല. ഇതാണ് പിന്നെ കാണുമെങ്കിൽ എടുത്തു കുടിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ പോയത് അടുക്കളയിലേക്കാണ് കേട്ടോ. കാരണം എനിക്കും നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചായ കിട്ടിയില്ലെങ്കിൽ അന്നത്തെ ദിവസം പോകണം. അപ്പോൾ അതായത് നമ്മുടെ ഗ്രാൻഡ് മാമി നല്ല അടിപൊളി പാൽ ചായ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ട പുഴുങ്ങായിട്ടുണ്ട്. നമ്മുടെ അനിയൻ ജിമ്മിൽ പോകണമുണ്ട് കേട്ടോ ഇത്രയും മുട്ട ഇട്ടേക്കണത്. പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി പാത്രം വെച്ചിട്ടുണ്ട്. പിന്നെ കട്ടൻ ചായ. പിന്നെ ഞാൻ നേരെ പോയി കപ്പെടുത്തു. ഇവിടെ പലതരം വെറൈറ്റി കപ്പുകൾ കാണാം കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ അടുത്ത് എല്ലാ സൈസും ഉണ്ട്. നമ്മളെല്ലാവരും കപ്പിൽ ചായ കുടിക്കണവരാണ്, പാൽ ചായ. അപ്പോൾ അതുകൊണ്ട് എല്ലാ ടൈപ്പും ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ എൻ്റെ മമ്മീൻ്റെ സിസ്റ്റർ ആയാലും സിസ്റ്ററിൻ്റെ മക്കളൊക്കെ ആയാലും കപ്പിലാണ് ചായ കുടിക്കണത്. ഞാൻ ചായ എടുത്താൽ രാവിലെ തന്നെ നേരെ സിറ്റൗട്ടിൽ പോയിരിക്കും, കുറച്ച് നേരം അവിടെ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ഈ കസേരയിൽ ഉണ്ടായിരുന്ന കുഷ്യൻ അകത്തിട്ടേക്കാണ്. കാരണം രാത്രി പട്ടി പൂജയൊക്കെ കാരണമായതുകൊണ്ട് നമ്മൾ പുറത്തെടുത്തിട്ടില്ല. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്തിടും. ഞാൻ വന്നിരിക്കുമ്പോൾ എടുത്തിടും കേട്ടോ. അത് എനിക്കതില്ലാണ്ട് ഇരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതേ നമ്മുടെ സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മുറ്റത്ത് പുല്ലൊക്കെ ഇപ്പം മഴ പെയ്തതുകൊണ്ട് നല്ല പോലെ പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 1 വീക്ക് മുമ്പ് പുല്ല് വെട്ടണവരെ വിളിച്ചപ്പോൾ അവരിപ്പോൾ വരാം, 2 ദിവസം കഴിയുമ്പോൾ വരാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എന്നിട്ട് ഇന്നലെ ശനിയാഴ്ച വിളിക്കുകയും ചെയ്തു കേട്ടോ. പക്ഷെ അവരിതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ദിവസം ഒന്നുവരെ വിളിച്ചു നോക്കണം. കാരണം ഇങ്ങനെ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ല പാമ്പോ എന്തെങ്കിലുമൊക്കെ കയറി നമ്മളറിയത്തില്ല, നമ്മൾ കയറി ചവിട്ടുകയും ചെയ്യും. എന്തിനാ വെറുതെ. പിന്നെ നമ്മുടെ ഈ ഏരിയ ഒരു കോട്ടയാട് പോലത്തെ സെറ്റപ്പ് ആയിരുന്നു. അവിടെ നല്ല ഗ്രീനറി ആയിരുന്നു. പക്ഷേ നമ്മുടെ അവിടെ കുറച്ച് എന്താ പറയുക, ചെടികളൊക്കെ വളർന്ന് വലുതായപ്പോൾ അവിടുത്തെ പുല്ലൊക്കെ ആകെ ഇടങ്ങേറായി കൊളായിപ്പോയിട്ടോ. അപ്പോൾ പിന്നെ അത് നന്നാക്കാൻ നിന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ മിറ്റടിച്ചപ്പോൾ അവിടെ വൃത്തിയാക്കിയിടണമെന്ന് വിചാരിച്ചു. പിന്നെ പുല്ല് വെട്ടാൻ അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ കൊളാവില്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ എൻ്റെ പുറകെ പോയില്ല കേട്ടോ. ഇനി അതും കൂടെ കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കാമെന്ന് ഓർത്തിട്ട്. പിന്നെ നമുക്ക് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവായിരുന്നു കേട്ടോ. അപ്പം ഗ്രാൻഡ് മമ്മീനോട് ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനാണ് ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കിയത്. പിന്നെ ഈ മഞ്ഞൾപ്പൊടി നമ്മൾ ഇവിടെ ഒരു വീട്ടിൽ നാച്ചുറലായിട്ടുള്ള മഞ്ഞൾപ്പൊടി പൊടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മേടിച്ചാണ് കേട്ടോ ഇത്. പിന്നെ അത് മാത്രമല്ല, ഈ വട്ടം നമ്മുടെ വീട്ടിലും കുറച്ച് മഞ്ഞളുണ്ടായിട്ട് അതും മേടിച്ച് നമ്മൾ പൊടിപ്പിച്ചായിരുന്നു. ഈ മഞ്ഞൾപ്പൊടി കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അത് എന്താ പറയുക, നല്ല അടിപൊളി മഞ്ഞൾപ്പൊടിയാണെന്നുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഹജ്ജ് യാത്ര ഉണ്ട് കേട്ടോ. നമ്മുടെ ഗ്രാൻഡ് മമ്മിയുടെ അനിയത്തിയാണെങ്കിൽ ഹജ്ജിന് പോവാണ്. അപ്പോൾ അവർ ഇന്ന് എയർപോർട്ടിലേക്ക് പോകും. നാളെയാണ് ഇവിടുന്ന് ഫ്ലൈറ്റ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് അങ്ങോട്ടേക്ക് പോകും. ഹജ്ജ് യാത്രയുടെ പരിപാടി ഓൾറെഡി കഴിഞ്ഞേക്കണതാണ് കേട്ടോ. പിന്നെ ഞാൻ പോയി നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് തുടച്ചിട്ടു. കാരണം എത്രയും പെട്ടെന്ന് പണി തീർത്തിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെല്ലാ പരിപാടിയും ഓരോരോന്നായിട്ട് തീർക്കണം. രാവിലെ വലിയ പരിപാടി അങ്ങനെ ഇല്ല. പിന്നെ നമ്മുടെ വീട്ടിൽ 10 മണിയാകുമ്പോഴത്തേക്കും എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആവണ ഒരു ടൈപ്പാണ്. പിന്നെ നമ്മുടെ മെയിൻ ഡോർ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് 2 ഡോറാണ്. അപ്പോൾ ഈ വലിയ ഡോറ് എപ്പോഴും തുറക്കലൊന്നുമില്ല, ചെറുതാണ് എപ്പോഴും തുറന്നിടലുള്ളൂ. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നിടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഈ വിസിറ്റിംഗ് റൂമിൽ ചെടിയുടെ 3 സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ അത് ചെടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരിടയ്ക്ക് ആയപ്പം അത് ആകെ കൊളായി സീനായി, ചെടിയൊക്കെ പോയി നശിച്ചു പോയി. അപ്പോൾ അതിന് ശേഷം അത് പുറത്ത് വെച്ചേക്കുമായിരുന്നു. ഇപ്പം ഞാൻ എന്ത് ചെയ്തു, അതൊന്ന് നല്ലപോലെ അടിപൊളിയാക്കി എടുക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ ഗോൾഡൻ കളർ പെയിൻ്റൊക്കെ ഒന്ന് അടിച്ച് സെറ്റാക്കി പുറത്ത് വെച്ചേക്കാണ്. മറ്റേതൊക്കെ പെയിൻ്റ് അപ്പോഴത്തേക്കും തീർന്നും പോയി. അപ്പോൾ പിന്നെ ഇത് മാത്രം ഒന്ന് സെറ്റാക്കി വെച്ചുള്ളൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, കാർപ്പറ്റൊക്കെ എടുത്തൊന്ന് കുടഞ്ഞ് വിരിച്ച് സെറ്റാക്കി ഇടും. കാരണം കഴിഞ്ഞ ദിവസം മറ്റേ നമ്മുടെ കാഷ്യൂനട്ടില്ലേ, അത് തൊണ്ടുള്ള ടൈപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങനെ തിന്നിട്ട് അതിൻ്റെ അത് നിറച്ച് ചാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ എടുത്ത് കുടഞ്ഞ് കളഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ എന്തായി കർട്ടൻ ഞാൻ പിടിച്ച് വലിച്ചപ്പോഴത്തേക്കും അതിൻ്റെ സൈഡിലുള്ള ലോക്ക് വിട്ടു പോന്നിട്ടുണ്ട്. ഇനി അത് കോണി എടുത്ത് വന്നിട്ട് വേണം കയറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് കുറച്ച് തുണി അലക്കാനിടാനുണ്ടായിരുന്നു കേട്ടോ. അത് അലക്കാനിട്ടു. നമ്മുടെ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ കേടായതുകൊണ്ട് ഇപ്പോൾ മാനുവലാണ് കേട്ടോ യൂസ് ചെയ്യണത്. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് പ്ലൈവുഡ് കമ്പനി ഉള്ളതിനുണ്ട് ഫുൾ ടൈം അതിൽ കൂടെ വണ്ടി ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മുടെ വീടിൻ്റെ മുൻവശം ബസ് റൂട്ടൊക്കെ ആയതുകൊണ്ട് ഫുൾ ടൈം വണ്ടിയാണ്. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി ജസ്റ്റ് കാണിച്ചെന്നുള്ളേ. പിന്നെ രാവിലെ തന്നെ നമ്മുടെ ഡാഡി പോയിട്ട് ഇറച്ചി മേടിച്ചുകൊണ്ട് വന്നായിരുന്നു.
വേണമെങ്കിൽ രാവിലത്തേക്ക് ഉച്ചക്കത്തേക്ക് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇരുന്നായിരുന്നു കേട്ടോ. അവർ പോകാനുണ്ട്, ഞാൻ പോകുന്നില്ല, നിങ്ങൾ പോയിക്കോന്നുള്ളൊരു മൈൻഡിലായിരുന്നു. പിന്നെ ഞാനും ആ ടൈമായപ്പോൾ അങ്ങോട്ട് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് ഇനിയിപ്പോൾ കറി വെക്കേണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ ഇറച്ചി മേടിച്ച് കഴിഞ്ഞാൽ കൈയോടെ നുറുക്കി നേരെ പിറ്റന്നത്തേക്കോ അല്ലെങ്കിൽ അന്നത്തേക്ക് എടുക്കാനുള്ളതാണെങ്കിൽ നോർമൽ ഫ്രിഡ്ജിലും മറ്റേത് ഫ്രീസറിലേക്കും വെക്കും കേട്ടോ. പിന്നെ നമ്മുടെ ഫ്രീസറിൽ ഒരു ലോഡ് കപ്പ സ്റ്റോക്ക് ഉണ്ട്. കാരണം നമ്മൾ ദുബായിക്ക് പോയ ടൈമിൽ നമ്മുടെ ഡാഡി എവിടെ നിന്നോ കൊണ്ടുവന്നിട്ട് തൊണ്ട് വിളിച്ച് വെച്ചേക്കണേ കേട്ടോ അതൊക്കെ. അങ്ങനെ നമ്മൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സ്മെല്ല് കിട്ടുന്ന ഒരു സംഭവമാണ്. പക്ഷെ നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിൽ ദ്വാരക്കാമെന്ന് ഉസ്താദ് വിചാരിച്ചു നമ്മളെന്തോ കഴിക്കാൻ വെച്ചേക്കണായിരിക്കുമെന്ന്. അപ്പം അങ്ങനെ ആൾക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തവർ അങ്ങനെ വിചാരിക്കും. ഇതിൻ്റെ സ്മെല്ല് ഇപ്പോൾ പോയി തുടങ്ങിയിട്ടുണ്ട്, ഇനി വേറെ മേടിക്കണം, കാരണം എൻ്റെ കയ്യിലുള്ള സ്റ്റോക്ക് തീർന്നു. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഞെക്കി ലൈക്കും ചെയ്യാൻ മറക്കരുത് കേട്ടോ.